ശബരിമലയിൽ തീർത്ഥാടകർക്ക് സുഖദർശനം തുടരുന്നു. ഇന്നലെ 76,535 ഭക്തരാണ് മല ചവിട്ടിയത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര നാളെ പുറപ്പെടും. വിവരങ്ങളുമായി സുജു ബാബുവാണ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം സന്നിധാനത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. സുജു, ഗുഡ് മോർണിംഗ്. സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? സന്നിധാനത്ത് തിരക്കുണ്ടോ? ഇന്ന് എന്തൊക്കെയാണ് കാഴ്ചകൾ? തീർച്ചയായിട്ടും സന്നിധാനത്ത് തിരക്കുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ അറിയാം, ധാരാളം തീർത്ഥാടകർ വരിയായി നിന്നുകൊണ്ട് അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്നിരുന്നാൽ പോലും വലിയ തിരക്ക് ഇന്ന് രാവിലെ അനുഭവപ്പെടുന്നില്ല. 26,000-ലധികം പേര് രാവിലെയും ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ 76,535 തീർത്ഥാടകരാണ് ഇന്നലെ അയ്യപ്പന് ദർശനം നടത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, മണ്ഡലകാല പൂജയ്ക്കായി ശബരിമല ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. 26-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അതിനുശേഷം 27-ന് മണ്ഡലപൂജ നടക്കും. മണ്ഡലപൂജ 27-ാം തീയതിയും നടക്കും. അങ്ങനെ 27-ാം തീയതി നട അടയ്ക്കുകയും ചെയ്യും. എന്തായാലും ഈ തീർത്ഥാടന കാലം വളരെ സുഗമമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ചില പരാതികളൊക്കെ ഉയർന്നു വന്നെങ്കിലും പിന്നീടെല്ലാം പരിഹരിക്കുകയും തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഒരു സുഖദർശനം അവർക്ക് ലഭ്യമാകുന്നു എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇതിനോടൊപ്പം തന്നെ ധാരാളം തീർത്ഥാടകർ അവരുടെ ആ സുഖദർശനം, അവർക്ക് അയ്യപ്പ ദർശനം ഭംഗിയോടെ നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, ശരി സുജു. ഏതായാലും സുജു സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്.